അധികം വീടുകളിലാണ്. കളിമണ്ണിലും മരത്തടിയിലുമായി ആചാരവിധികളോടെയാണ് ഓണത്തപ്പന്മാർ ഒരുങ്ങുന്നത്. ഈ കുടുംബങ്ങളുടെ പ്രധാന വരുമാനമാർഗം കൂടിയാണ് ഓണത്തപ്പന്മാരുടെ നിർമ്മാണം. ഓണപ്പൂക്കളങ്ങളിലെ അവിഭാജ്യ ഘടകമാണ് തൃക്കാക്കരയപ്പൻ. മണ്ണുകുഴച്ചുണ്ടാക്കുന്ന രൂപങ്ങളായിരുന്നു തൃക്കാക്കരയപ്പന്മാരായി സങ്കല്പിച്ച് പണ്ടൊക്കെ പൂക്കളങ്ങളുടെ നടുവിൽ വയ്ക്കാറുള്ളത്. ഓണം വിപണിയുടെ ആഘോഷമാകുന്നതോടെ പൂക്കളങ്ങളുടെ ഭാഗമായ തൃക്കാക്കരയപ്പന്മാരെ രൂപം തീർക്കുന്നത് തൃപ്പൂണിത്തുറയിലെ നിരവധി കുടുംബങ്ങളുടെ ഓണക്കാലത്തെ ജീവിതമാർഗം കൂടിയായി മാറി. 40-ലധികം കുടുംബങ്ങളാണ് ഇവിടെ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പുരാതനമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുപോലുള്ളടത്തൊക്കെ കൊടുക്കും. മഹാബലി ചക്ര പണ്ട് വലിയ വലിയ മേൽക്കൂരായ്മക്കാർ, വലിയ വീടുകാർ, അവരാണ് തറവാട്ടുകാരാണ് ഇത് മേടിച്ച് ആറയിൽ, കുളക്കടവിൽ, പിന്നെ നടയിൽ, തുളസിത്തറയിൽ, പൂക്കളത്തിൽ ഇങ്ങനെയൊക്കെ വെച്ചാണ് എതിരേറ്റ് അറയെ കൊണ്ടിരുത്ത്. എന്നിട്ട് നാലോണത്തിനന്ന് നല്ല ദിവസം നോക്കി ഓണത്തപ്പന് ചോറ് വയ്ക്കണ സാധനം നല്ലോണത്തിനന്ന് എല്ലാം എടുത്ത് ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അടുത്ത കൊല്ലം മാവേലിയോട് വരണം, ഞങ്ങൾക്കൊക്കെ സന്തോഷമാണെന്നും പറഞ്ഞ് ഓണത്തപ്പനെ എടുത്ത് കളയും. കളിമണ്ണിൽ തീർത്ത ഓണത്തപ്പന്മാർക്ക് കാവിനിറം നൽകിയ ശേഷം അരിമാവ് ഉപയോഗിച്ച് അലങ്കാരപ്പണികളും നടത്തും. ആചാരങ്ങളിൽ വെള്ളം ചേർക്കാതെ ഓണാഘോഷങ്ങളുടെ സങ്കല്പം ഉൾക്കൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ ഓണത്തപ്പന്മാർ തയ്യാറാവുന്നത്. ഐശ്വര്യത്തിന്റെ പ്രതീകമായി മുത്തിയമ്മയും ചിരവയും ഉരലും ആട്ടുകല്ലും ഓണത്തപ്പന്മാർക്കൊപ്പം പൂക്കളങ്ങളിൽ വയ്ക്കും. 5 രൂപ മുതൽ 150 രൂപ വരെയുള്ള രൂപങ്ങൾ വിപണിയിൽ നിന്നും ഓണപ്പൂക്കളം തീർക്കുന്നവർക്ക് വാങ്ങുവാൻ കഴിയും. അത്തന്തൂടങ്ങിയാൽ 10 നാളെ സന്ധ്യ ചെത്തിയാടിച്ചു മെഴുകിത്തേച്ച് ആവോളം മോടികൾ കൂട്ടിയിടണ്ടേ പ്രിൻസ് പി വർഗീസ്, ഇന്ത്യ വിഷൻ, കൊച്ചി. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ ഒരു മാസത്തെ നഷ്ടം 30 കോടി രൂപ. 1 കിലോമീറ്റർ സർവീസ് നടത്തുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം 6